അതുമത്താതെ മയക്കും നിന്നെ ഏകമായ അയകുസനം അതുമത്താതെ മയക്കും നിന്നെ മരണമൊന്നാം വന്നിരുവേ മരക്കര വീരക്ഷരനെ മരണമൊന്നാം വന്നിരുവേ മരക്കര വീരക്ഷരനെ വരുവി നല്ല സമയം ഇതാവരെ നിന്നെ യേശു വിളിച്ചിരുന്നു തീരെ ഭൂമിയിലെ മനോഹരേ സുരസാനന്ദേ വനത്തിൻ തീരെ ഭൂമിയിലെ മനോഹരേ സുരസാനന്ദേ ചിത്രമാകും നേരിയ രക്ഷകരേ സുതാന്മരേ ചിത്രമാകും നേരിയ രക്ഷകരേ വരുവി ഇതല്ല സമയം ഇതാവരെ നിന്നെ യേശു വിളിച്ചിരുന്നു മരത്തയില്ല കൊലവീനവും ഇരണ്ട പാപം വ്യാധിയും മരത്തയില്ല കൊലവീനവും ചുമന്നതിനെ സത്യവതീരാനടുത്തിനരാ ചുമന്നതിനെ സത്യവതീരാനടുത്തിനരാ വരുവി നല്ല സമയം ഇതാവരെ നിന്നെ യേശു വിളിച്ചിരുന്നു സത്യവചനം കേൾക്കുവിവാ നിത്യജീവൻ നിനക്കേകിടുമേ സത്യവചനം കേൾക്കുവിവാ നിത്യജീവൻ നിനക്കേകിടുമേ നിത്യരുവീന പുസ്തകത്തിൽ ഉമ്മയായെന്നും എഴുതിയിടുമേ നിത്യരുവീന പുസ്തകത്തിൽ നല്ല സമയം ഇതാവരെ നിന്നെ യേശു വിളിച്ചിരുന്നു
നീ നല്ല സമയം ഇതാവപ്പവൻ നിന്നെ യേശു വിളിച്ചിടുന്നു. സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. പ്രപഞ്ചം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു പ്രഭാതത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും പ്രവേശിപ്പിച്ചു. ആ ദൈവത്തിന്റെ ഈ ഭൂമിയിലെ ഒരു ഡിസ്പ്ലേ ആയി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്ന ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ വയനാട് ഡിസ്ട്രിക്റ്റിലെ കരണി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ആലോചന അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്ന അവസരത്തിനായി നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന് പഠിച്ച് പല ജോലിയിലും ബിസിനസ്സിലും ഒക്കെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞങ്ങളും. എന്നാൽ ഇതിന്റെ നടുവിൽ നമ്മൾ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി അത് ഒരു വട്ടപൂജ്യമായി തീരുമെന്നും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി അത് നിലനിൽക്കുമെന്നും അറിയിക്കുന്ന ഒരു സന്ദേശമാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ പുസ്തകമല്ല. അത് മാനവരാശിക്ക് ദൈവം തരുന്ന സ്നേഹലേഖനമാണ്. മാനവരാശിയെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് അതിൽ എഴുതിയിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ ഉടമ്പടി ഭാഗത്ത് രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ എല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. ഈ രാജ്യത്തിന്റെ സുവിശേഷം സാക്ഷ്യമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയിക്കപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വയനാട് ഡിസ്ട്രിക്റ്റിലെ കരണി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തും ഇത് സാക്ഷ്യമായി അറിയിക്കുന്നത്. നാളെ ഈ കരണി നിവാസികൾ പറയരുത്, കരണി നിവാസികൾ മാത്രമല്ല ഈ ശബ്ദ കാഴ്ചപരിധിയിൽ കേൾക്കുന്ന നിങ്ങളും പറയരുത്, ഞങ്ങളിത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന്. കാരണം ഇത് അറിയിച്ചു തീരുന്നതോടുകൂടെ യുഗം അവസാനിക്കും. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ദൈവത്തിന്റെ ഗവൺമെന്റ് ആരംഭിക്കും. അന്ന് എല്ലാ മാനുഷിക ഗവൺമെന്റുകളും അദൃശ്യമായി വാഴുന്ന പൈശാചിക ഗവൺമെന്റും ഇല്ലാതെയാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ദൈവരാജ്യത്തിന്റെ ഗവൺമെന്റ് ജെറുസലേം തലസ്ഥാനമാക്കി ആരംഭിക്കുകയും യേശു 9:6 പ്രകാരം അത് നിവൃത്തിയാവുകയും ആധിപത്യം ഗവൺമെന്റ് അവന്റെ തോളിലിരിക്കും എന്നുള്ള പ്രവചനം നിവൃത്തിയാവുകയും പുതിയ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഈ ദൈവ രാജ്യത്തെ സുവിശേഷത്തിന്റെ സന്ദേശം? ആരാണിത് പ്രസംഗിച്ചത്? ആരുടെ സന്ദേശമാണിത്? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ഭാവിയാണ് ദൈവരാജ്യ സുവിശേഷം. എന്നാൽ നമുക്കതിനെക്കുറിച്ച് അറിയില്ല. നമുക്കറിയാവുന്നത് പല പല മതങ്ങളെ കുറിച്ചാണ്. മതങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിച്ചുള്ള മനുഷ്യന്റെ യാത്രയാണ്, മനുഷ്യന്റെ അഭിപ്രായമാണ് മതങ്ങൾ. എന്നാൽ ദൈവരാജ്യ സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിൽ ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല, മരണവുമില്ല. ദൈവരാജ്യ സുവിശേഷത്തിൽ ജാതിയിലും മതത്തിലും മരണത്തിലും കുടുങ്ങിക്കിടക്കുന്ന നമ്മളെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, മരണമില്ലാത്ത ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് തന്നോട് ഒരുമിച്ച് താമസിക്കാൻ, തന്റെ മക്കളായി ഈ ഭൂമിയിലെ രാജാക്കന്മാരായി.
വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്. 1 തെസ്സലോനിക്കർ 5:9-10 ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മളെ നിയമിച്ചാക്കിയത് അടിക്കാനല്ല, കോപത്തിന് വേണ്ടിയല്ല. പകരം നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി. നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് നിങ്ങൾക്ക് ഈ കരട് നിവാസികൾക്ക് ഈ ടീം നൽകുന്ന ഇൻവിറ്റേഷൻ. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് പോലെയാവും. സ്വർഗത്തിലെ ദൈവം, പ്രിയ മക്കളെ, കരട് നിവാസികളെ, നിങ്ങൾ ഓരോരുത്തരെയും തന്റെ വീട്ടിലേക്ക് തന്റെ മക്കളായി ക്രിസ്തുവിലൂടെ, തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ക്ഷണിക്കുകയാണ്. തന്റെ മക്കളായി, തന്റെ അവകാശികളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ക്ഷണിക്കുകയാണ്. ഇതിൽ ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല. മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന പദ്ധതി അത് വെറും മായയാണെന്നാണ് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയാവുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എല്ലാം മായ, എല്ലാം മായ, എല്ലാം മായ. സൂര്യന് കീഴെ മനുഷ്യൻ അധ്വാനിക്കുന്നത് മുഴുവൻ വൃഥാവാണ്. ശരിയല്ലേ? മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന ഭാവി. ശലോമോനെ പോലെ സമ്പന്നരും അനേക ഭാര്യമാരുള്ള ജ്ഞാനിയായ ഒരു വ്യക്തി എഴുതിയിരിക്കുകയാണ്, എല്ലാം മായയാണ്, വെറുതെയാണ്. അതേ മക്കളെ, നമ്മൾ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ജീവിതം വെറും മായയാണ്. ഈ ലോകത്തിൽ ജനിച്ചു വളർന്നു ഒരു 3ാം ക്ലാസ് ആയപ്പോൾ LKG UKGയിലേക്ക് യാത്രയായി 1 മുതൽ 10 വരെ പഠിച്ചു, +2 പഠിച്ചു, ഒരുപക്ഷെ ഡിഗ്രിയും PGയും കഴിഞ്ഞു, IELTSഉം പാസ്സായി, എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടി. കുറച്ചുനാൾ കടലാസ കഷ്ണത്തിൽ അശോചക്രം പ്രിന്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് രൂപയാണെന്നും പറഞ്ഞ് കയ്യിൽ തന്നു. അത് കൊടുത്താൽ കടയിൽ നിന്ന് അരി മേടിക്കാം, പഴം മേടിക്കാം, വയറ് നിറയ്ക്കാം. അങ്ങനെ നിറച്ച വയറുമായി ചെറിയ ശരീരത്തെ വലിയ ശരീരമായി. ജനിച്ചപ്പോൾ 1.5, 2, 3 കിലോ കഴിച്ച് അത് 40, 50, 60, 70, 80 കിലോ ആക്കി. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? അത് നേരെ മരണം കീഴടക്കുകയും ശവപ്പറമ്പിൽ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ നീ സഹോദരി രാവിലെ മുതൽ പണിയെടുത്ത് ഈ കടയിൽ അധ്വാനിച്ച്, ഈ ഓട്ടോറിക്ഷ ഓടിച്ച്, ഈ കാർ ഓടിച്ച്, പല പല ബിസിനസ്സുകൾ ചെയ്ത് ഉണ്ടാക്കിയ ധനം വയറിന് കൊടുത്ത്, അങ്ങനെ വയറും ശരീരവും വളർന്ന് അവസാനം അത് സമത്തേരിക്ക് കൊടുത്തപ്പോ, എന്റെ മകനെ, എന്റെ മകളെ, നീയും ഞാനും ഒരു വെട്ടിയായില്ലേ? ഇതാ ഒരു വട്ടപ്പൂജ്യമായി തീർന്നത് നമ്മളുടെ ഭാവി. ഇത് കണ്ടിട്ടാണ് ശലോമോൻ എഴുതി വെച്ചത്, എല്ലാം മായ, എല്ലാം മായ, എല്ലാം മായ. എന്നാൽ ദൈവത്തിന്റെ സന്ദേശം ഇതാണ്. ആ സന്ദേശത്തിൽ ഈ മായയായ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സന്ദേശം ഇതാണ്. ഇതൊരു പുൽക്കൊടിക്ക് തുല്യമായ ജീവിതമാണ്. രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകും. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ സന്ദേശം ഇതാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചൊരു ഭാവിയുണ്ട്. ആ ഭാവിയിലേക്ക് പ്രവേശിക്കുക. മായയാമീ ജീവിതം ഇത് പുൽക്കൊടിക്ക് തുല്യമാ, അതുല്യമായ സ്വർഗ ജീവിതമോർത്തിത് താണ്ടുക. ആത്മനാഥനേശുവെ അനുഗമിച്ചു താണ്ടുക. മായയാമീ ജീവിതം ഇത് പുൽക്കൊടിക്ക് തുല്യമാ, അതുല്യമായ സ്വർഗ ജീവിതത്തെ ഓർത്തിത് താണ്ടുക. ആത്മനാഥനേശുവെ അനുഗമിച്ചു നാം താണ്ടുക. പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി വെറും മായയാണ്. അധ്വാനിച്ച് നമ്മുടെ നടക്കുന്ന കാലുകൾക്ക് അതിന്റെ പുറകിൽ നിലകൊള്ളുന്ന ഒരു മസിലുണ്ട്. അതിന്റെ പേരാണ് കാഫ് മസിൽ. അത് വർക്ക് ചെയ്യാതെ ബലഹീനമായി മനുഷ്യന് നടക്കാൻ കഴിയാതെയായി. ഇതാ മനുഷ്യൻ ലിമിറ്റഡായി മരണം പിടിച്ച് ഇതാ
അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന അവൻ വീടിന്റെ ഉള്ളിൽ ലിമിറ്റഡായി, മുറ്റൽ ലിമിറ്റഡായി, മുറ്റത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ, മുട്ടുമടങ്ങാൻ കഴിയാതെ, സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയാതെ വീട് ലിമിറ്റഡായി, പിന്നെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ മുറി ലിമിറ്റഡായി, കിടക്കയിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ കിടക്ക ലിമിറ്റഡായി. ഇതാ മരണം അവനെ കൊണ്ടുപോകുമ്പോൾ ഈ പാട്ട് എത്രയോ അർത്ഥമാണ്, ശലോമോൻ പറഞ്ഞത് എത്രയോ അർത്ഥമാണ്. മായയാമീ ജീവിതം ഇത് പുൽക്കൊടിക്ക് തുല്യമാ. അതെ, ഈ ജീവിതം വെറും പുൽക്കൊടിക്ക് തുല്യമാണ്. രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുല്ല് പോലെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാനും നിങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയെ വിട്ടിട്ട് നമ്മുടെ സൃഷ്ടാവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയിലേക്ക് ചേരുക നിങ്ങൾ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്താണ്? സൃഷ്ടാവോടുകൂടെ ജീവിപ്പാൻ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമ്മളെ ക്ഷണിക്കുകയാണ്. ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കാം. ഇതാ ദൈവം വിളിക്കുന്നു, നമ്മെ ദൈവം വിളിക്കുന്നു, യേശുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു, നമ്മെ പിതാവ് വിളിക്കുന്നു, ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു, യേശുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു, നമ്മെ പിതാവ് വിളിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇൻവിറ്റേഷൻ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പിൻപിലുള്ളത്, അതായത് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ലോകത്തിലുള്ള ഭാവിയെ വിട്ടിട്ട് ഞങ്ങൾ മുൻപിലുള്ളത് ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിക്ക് വേണ്ടി ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളി, ദൈവം ഞങ്ങളെ ക്രിസ്തുവിൽ വിളിക്കുകയാണ്. ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞങ്ങൾ ഇതാ ലാക്കിലേക്ക് ഓടുന്നു. പ്രിയ കരുണ നിവാസികളെ, ദൈവത്തോടുകൂടി ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന ഇൻവിറ്റേഷനാണ് ഈ സന്ദേശം. നിങ്ങൾ ഇത്രയും നേരം കേട്ടത്, ഈ കേട്ടതിൽ ജാതി പറഞ്ഞില്ല, മതം പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയം പറഞ്ഞില്ല. പകരം ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പും മരണവുമില്ലാത്ത സൃഷ്ടാവായ ദൈവം, എന്റെയും നിങ്ങളുടെ ഉടമസ്ഥൻ, നമ്മളെ തന്റെ ഭവനത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, തന്റെ മക്കളായി തന്നോടൊപ്പം ജീവിപ്പാൻ നമ്മളെ ക്ഷണിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതാണ് എല്ലാ നല്ല വിശേഷങ്ങളുടെയും മുകളിലുള്ള നല്ല വിശേഷം. അതിന്റെ പേരാണ് സുവിശേഷം. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, ഈ സുവിശേഷം ഞാനും നിങ്ങളും അനുഭവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്റെ മകനെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ദൈവത്തോടുകൂടെയുള്ള ജീവിതം? ഇന്ന് നാം മനുഷ്യരോടുകൂടെയാണ് ജീവിക്കുന്നത്. ഏത് മനുഷ്യൻ? മരണമുള്ള ജീവിത പങ്കാളി, മരണമുള്ള മക്കൾ, മരണമുള്ള ഗുരുക്കന്മാർ, എല്ലാവർക്കും മരണമുണ്ട്. എന്നാൽ മരണമുള്ള കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് എന്നെയും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അതിന് പോകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന നല്ല തീരുമാനമാണത്. ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിക്കണമെങ്കിൽ അങ്ങനെയാകാം. എന്നാൽ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് എനിക്ക് സൃഷ്ടാവോടുകൂടെ ജീവിപ്പാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് തീരുമാനിക്കുന്ന ഏതൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെടുത്ത നല്ല തീരുമാനമാണ്. പക്ഷെ മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത്, നിങ്ങളുടെ ആ തീരുമാനം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ദൈവത്തോടുകൂടി ജീവിക്കാൻ കഴിയുകയില്ല. കാരണം മനുഷ്യർ തുടക്കത്തിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. പാപം ചെയ്ത മനുഷ്യരെ ദൈവം തന്നോടുകൂടെ ജീവിക്കുന്നത് പുറത്താക്കി. അപ്പോ നമ്മുടെ തീരുമാനം കൊണ്ട് മാത്രം അവിടെ എത്തുവാൻ കഴിയുകയില്ല. എന്നാൽ തീരുമാനം നല്ലതാണ്. എന്നാൽ നമുക്ക് ദൈവത്തിനും തമ്മിലുള്ള അകലം എന്ന് പറയും നമ്മുടെ കളറോ, നമ്മുടെ ജാതിയോ, മതമോ, സംഘടനയോ, ഗ്രൂപ്പോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിലെ പാപം മാത്രമാണ്. പാപം വിട്ടൊഴിഞ്ഞ ദൈവത്തിങ്കിലേക്കുള്ള ഒരു മാനസാന്തരം നമുക്കുണ്ടെങ്കിൽ ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. പക്ഷേ പാപത്തിന്റെ ശമ്പളം മരണമെന്നാണ് ദൈവത്തിന്റെ നിയമം. ഇവിടെയാണ് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി ദൈവം നമ്മളെ അറിയിക്കുന്നത്. ആ പദ്ധതി എന്താണ്? ഞാനും നിങ്ങളും പാപനിമിത്തം മരിക്കേണ്ട സ്ഥാനത്ത് ദൈവം തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. വചനമെന്ന മറുപേരുള്ള ക്രിസ്തു വചനം മാംസമായി ക്രിസ്തു യേശുവായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. മാനവജാതിയുടെ മുമ്പിൽ
സൃഷ്ടാവായ ദൈവം മാനവജാതിയെ കുറിച്ച് ഒരുക്കിയിരിക്കുന്ന പദ്ധതി 3.5 വർഷം അറിയിച്ചു. അതാണ് ഞങ്ങൾ നിങ്ങളോട് ഇപ്പോൾ അറിയിച്ച ദൈവരാജ്യ സുവിശേഷം. ദൈവം നമ്മോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം നിന്റെ അപ്പം നിന്നോടുകൂടെ ജീവിക്കാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. ഈ നല്ല വിശേഷത്തിൽ, അതായത് സുവിശേഷങ്ങളുടെ മുകളിലുള്ള സുവിശേഷമാണ് യേശു 3.5 വർഷം പ്രസംഗിച്ച ആ രാജ്യത്തെ സുവിശേഷം. അതിൽ വിശ്വസിക്കുക. എന്റെ പ്രിയമകനെ, അതിൽ വിശ്വസിച്ച് നീ മാനസാന്തരപ്പെട്ട് തിരികെ വരുമ്പോൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് നിന്റെ ജീവിതത്തിലെ പാപം മാത്രമാണ്. അതിനെ മാറുവാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്റെയും നിങ്ങളുടെ പാപത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടന്നു വന്ന് കാൽവരി ക്രൂശിൽ യാഗമാണ്. തന്റെ ജീവൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്റെ അവസാനമുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി കൊടുത്തു. നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു. നമ്മളെ സ്വതന്ത്രമാക്കി പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇതാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ തെരുവിൽ കേട്ടിട്ടുള്ള രക്ഷയുടെ സുവിശേഷം. എന്നാൽ രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത്, എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യ സുവിശേഷത്തിന്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെ പാപത്തിന് വിമുക്തമാക്കുന്ന ദൈവത്തിന്റെ സൗജന്യമായുള്ള നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാ സന്ദേശമാണ്. ആ യേശു കർത്താവിനെ പ്രിയമകനെ നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ യേശുവിനെ പ്രേമനത്തിന്റെ ജീവിതത്തിന്റെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് തുടർന്ന് ദൈവം തരുന്ന ആയുസ് ആ യേശുവെ അനുസരിച്ചും അനുഗമിച്ചും ജീവിപ്പാൻ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ആദ്യത്തെ ആ ഭാഗത്തേക്ക് സൃഷ്ടാവോടുകൂടെ ജീവിക്കാനുള്ള, പിതാവോടുകൂടെ ജീവിക്കാനുള്ള ആ ഒരു സന്ദേശത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതായത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുവിനുള്ള വിശ്വാസവും എന്നെയും നിങ്ങളെയും ആ സൃഷ്ടാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയിൽ എത്തിക്കുമെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് തിരിച്ചറിയുക. ആ യേശുവിനെ അനുഗമിച്ച് ആ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല, ഞങ്ങളിത് കേട്ടില്ല എന്ന് പറയരുത്. സൃഷ്ടാവോടുകൂടെ ജീവിപ്പാൻ സൃഷ്ടാവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം നമ്മളെ കോപത്തിനല്ല നിയമിച്ചത്, നാം ഉറങ്ങിയാൽ ഉണർന്നിരുന്നാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് ഞങ്ങൾ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. തുടർന്ന് രണ്ടാമത് പറഞ്ഞത് ഇതാണ്, യേശുക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാൻ അത്രയെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമകളെ, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഞാൻ എന്ത് വേണമെന്ന് പ്രിയമകനെ നീ ചോദിക്കുന്നുവെങ്കിൽ, അതിലേക്കുള്ള ഏക വഴി, അതിലേക്കുള്ള ഏക സത്യം, അതിലേക്കുള്ള ഏക ജീവൻ ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ലക്ഷ്യമായ പിതാവിന്റെ അടുക്കലേക്ക് ആരും എത്തുന്നില്ല. അതുകൊണ്ട് പിതാവോട് കൂടെ ജീവിപ്പാൻ യേശുവാകുന്ന വഴിയിലൂടെ യേശുവിനും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വഴി തുറന്നുകൊണ്ട് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ യേശുവെ അനുഗമിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ആ ലക്ഷ്യത്തിലെത്തുവാൻ ഈ വയനാട് ഡിസ്ട്രിക്റ്റിലെ കരണി നിവാസികളെ മാത്രമല്ല, ഈ സ്വന്തം കാഴ്ച കേൾക്കുന്ന ഏവരെയും അതിനായി ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാ ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ കയ്യിൽ 2 നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഞങ്ങൾക്ക് പ്രസംഗിച്ച രാജ്യത്തെ സുവിശേഷമാണ്. ഈ സുവിശേഷം കേട്ട ഉടനെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു റബ്ബർ എന്നതുപോലെ ഇത് മാഞ്ഞു പോകും, റബ്ബർ കൊണ്ട് മാറ്റുന്നത് പോലെ. എന്നാൽ ആ പുസ്തകത്തിൽ ആ നോട്ടീസിലുള്ളത് നിങ്ങൾക്ക് വീണ്ടും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. തുടർന്നതിന്റെ കൂടെ രണ്ടാമത്തെ നോട്ടീസുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പൂക്കാട്ട് പടിക്കരുത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. കഴിഞ്ഞ 22 വർഷത്തിലധികമായി എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ഒരു വചന ധ്യാനം അവിടെയുണ്ട്. ദൈവരാജ്യ ശുശ്രൂഷയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ പ്രിയമകളെ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിന്റെ താഴെ ഞങ്ങൾ ടെലിഫോൺ നമ്പറുണ്ട്. നിങ്ങൾ അതിൽ വിളിക്കുന്നുവെങ്കിൽ ആ വചന ധ്യാനത്തിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഒരു ആശ്വാസം അവിടെ നിന്ന് സ്വർഗത്തിലെ വചനത്തിലൂടെ നിങ്ങൾക്ക് നൽകുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ജീവിതത്തിൽ ഞാൻ തള്ളപ്പെട്ട വ്യക്തിയാണ്, ഞാനൊരു രോഗിയാണ്. പല ജീവിത വ്യസനങ്ങളാലും ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ തള്ളപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്.
വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഏവർക്കും അങ്ങോട്ട് കടന്നു വരാവുന്നതാണ്. അടുത്ത വചന ധ്യാനം നവംബർ 3-ാം തീയതിയാണ്. ഈ വരുന്ന നവംബർ 3-ാം തീയതിയാണ്. നിങ്ങൾ ഏവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഒരാഴ്ച മൊബൈലെല്ലാം ഓഫ് ചെയ്ത് എല്ലാ സന്ദേശങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സൃഷ്ടാവോട് കൂടെ സൃഷ്ടാവിന്റെ ചിന്തകളുമായി ഇരിക്കുവാനുള്ള ഒരു അവസരമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹർദവമായി നിങ്ങൾ ഏവരെയും അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ കരട് നിവാസികളെയും കർത്താവ് ഈ ശബ്ദ കാഴ്ചവരുന്നതിൽ ഇപ്പോഴും എപ്പോഴും കടന്നു വരുന്ന ഏത് വ്യക്തിത്വങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അവർക്കുള്ളതിനെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ സകല ആവശ്യങ്ങളെ കൂട്ടായിരിക്കും. ഇവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജോലി വേലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ മുഖാന്തരം ഈ ദേശവും അങ്ങയുടെ പ്രകാശമായി തീരുവാൻ തക്കവണ്ണോ ഈ സുവിശേഷത്തിന്റെ പ്രകാശനം ഇവരെ പ്രകാശിപ്പിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായിട്ട് ഇവർ മാത്രമല്ല ഈ ശബ്ദ കാഴ്ച വരുന്നതിൽ ഞങ്ങളെ കേൾക്കുന്ന തുറന്ന് കേൾക്കുവാൻ പോകുന്ന ഏവരെ അനുഗ്രഹിക്കുന്നു. ദൈവം ഒരുക്കുന്ന ഭാവിയിലേക്ക് കടന്നു വരുവാൻ, മനുഷ്യനൊരുക്കുന്ന ഭാവിയെ പിന്തുലാക്കിക്കൊണ്ട് ദൈവം ഒരുക്കുന്ന ഭാവിയിലേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.